ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 12-ാം ദിവസത്തെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. കുറച്ച് ബീഫുണ്ട്, ചിക്കനുണ്ട്, കുറച്ച് റൈസുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുന്തിരി ഇരിപ്പുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഴംപൊരി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് ഇന്ന് എന്ത് ചെയ്യുന്നൊരു പിടിയില്ല. ഇന്നത്തെ വീഡിയോ എന്താവുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇന്നും എനിക്ക് നൈറ്റുണ്ട്. ഭയങ്കര ടയേർഡാണ്. അപ്പം ഇത് ബിരിയാണിയും ചിക്കനും പിന്നെ കുറച്ച് ബീഫും കുറച്ച് ചക്ക വറുത്തത് പഴംപൊരി. ദിസ് ഈസ് ബ്രൂ കോഫി. അപ്പം ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം നേരെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് തുടങ്ങുവാണ്. അപ്പം ഞാൻ നോക്കിയപ്പം ഇന്നൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. രാവിലെ വന്നു, കിടന്നുറങ്ങി, ഇതാ വീണ്ടും എഴുന്നേറ്റു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സമയവും കിട്ടിയില്ല, അതിനുള്ള കണ്ടന്റും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു ഇന്ന് നിങ്ങളെ എന്ത് കാണിച്ചു തരും. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാം. കാരണം ഞാൻ എപ്പോഴും എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്നൊരു ബാഗാണിത്. ഞാൻ ജിമ്മിലും കൊണ്ടുപോകും, ഞാൻ ജോലിക്ക് പോകുമ്പോഴും കൊണ്ടുപോകും. എനിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളിൽ ഇതിൻ്റെ അകത്ത് കയറുകയും ചെയ്യും. സോ ഇതിലെന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അഡിദാസിൻ്റെ ഒരു ബ്ലാക്ക് കളറിലുള്ള ബാഗാണ്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ ഈ ഒരു കൈയുടെ ഈ ലെങ്തേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ അഡിദാസിൻ്റെ ബ്രാൻഡിങ് കാണാം. അപ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് എൻ്റെ ഒരു വാട്ടർ ബോട്ടിലുണ്ട്. പിന്നെ ഡ്യൂട്ടിക്കിടയ്ക്ക് ചായ കുടിക്കാനായിട്ട് ഒരു കപ്പ്. പിന്നെ ഒരു പെർഫ്യൂമുണ്ട്. ഇത് എസൻസ് വോൾട്ടിൻ്റെ 753 എന്ന് പറയുന്നൊരു പെർഫ്യൂമാണ്. നല്ല ഒരു എന്താ പറയുക, ഒരു സിട്രസ് ലെമൺ ഒരു നോട്ടുള്ളൊരു പെർഫ്യൂമാണത്. പിന്നെ ഇത് ഞാൻ ഇന്നലെ പാട്ട് കേൾക്കാനായിട്ട് എടുത്തിട്ട് പോയതാണ്. നമ്മുടെ ആപ്പിളിൻ്റെ എയർപോഡ്സ് 2 Pro ആണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമാകുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇത് സോണിയുടെ മോഡൽ എനിക്ക് മറന്നുപോയി. സോണിയുടെ ഒരു ഓവർ ഹെഡ്സെറ്റാണ്. നല്ല നോയിസ് ക്യാൻസലേഷൻ, ലോ ലേറ്റൻസിയിൽ വർക്ക് ചെയ്യുന്നൊരു ഹെഡ്സെറ്റാണ്. അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് വാങ്ങിയെന്ന് വെച്ചാൽ, എനിക്ക് വാങ്ങാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാനും പോൾസും ചേട്ടയൊക്കെ കൂടി നമ്മൾ അയർലൻഡിലൊരു ഷോപ്പിൽ കുറച്ച് പർച്ചേസിന് പോയപ്പോൾ അവിടെ നല്ലൊരു ഓഫറിൽ ഇത് എനിക്ക് ഏകദേശം ഒരു 140 യൂറോ അടുത്ത് വിലയുള്ള സാധനമായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ഓഫർ കാരണം അത് 60 യൂറോയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും എടുത്തപ്പം ഞാൻ ഓർമ്മയെടുത്തതാണ്. പിന്നെ ഇതൊരു നീ ക്യാപ്പാണ്. ഞാൻ ജിമ്മിൽ പോകുമ്പം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ലിഫ്റ്റിംഗ് ബാൻഡ്സ് ആണ്. നമ്മൾ ഈ ജിമ്മിൽ വെയ്റ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ ലോക്ക് ചെയ്യും. നമ്മുടെ കയ്യിലിങ്ങനെ ലോക്ക് ചെയ്തിട്ട് വെയ്റ്റിൻ്റെ അവിടെ ലോക്ക് ചെയ്യണം, ബാറിൻ്റെ അവിടെ. എന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൈക്കൊരു സപ്പോർട്ട് കിട്ടും, നമുക്ക് വെയ്റ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റും. ഇതൊരു റിസ്റ്റ് ബാൻഡാണ്. ഇതും നമ്മൾ ജിമ്മിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മുടെ റിസ്റ്റിന് ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ വലിച്ച് കെട്ടുവാണെങ്കിൽ നമ്മുടെ റിസ്റ്റ് ഇതിൻ്റെ മൂവ്മെൻറ്റ് കുറഞ്ഞ് ഇവിടെ ഇഞ്ചറി കുറയും. സോ അതിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാം. ഇപ്പം പുറത്ത് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ പോകണം, ഇത് കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കവർ എടുക്കാൻ മറന്നാലും അത്യാവശ്യം സാധനങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൊള്ളും. പിന്നെ ഇവിടെ ചെറിയൊരു പൗച്ചുണ്ട്, ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇടാം. പിന്നെ ഇവിടെ ഒരു കവറുണ്ട്, നല്ലൊരു കള്ളിയുണ്ട്. പിന്നെ പറയുമ്പം ഷൂ ഒക്കെ ഇടാനായിട്ട് ഉണ്ടോ, അകത്തേക്ക് ഇതുള്ള. അപ്പം ഈ അകത്ത് ഇതുമായിട്ട് കോണ്ടാക്റ്റ് വരത്തില്ല, നമുക്കൊരു ഷൂ ഒക്കെ ഇടുകയും ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. പിന്നെ ഒരു ടിഷ്യൂ ആണ് തോന്നുന്നത്, ടിഷ്യൂ ആണ്. പിന്നെ ഇത് അയ്മോദക വായുഗുളിക. ഇത് കഴിഞ്ഞ ദിവസം ഗ്യാസ് കയറിയപ്പം കഴിക്കാനായിട്ട് എടുത്തിട്ടാണ്. ഇടയ്ക്കിടെ ഗ്യാസ് കയറും, ഫുഡൊക്കെ നമ്മൾ കറക്റ്റ് കഴിക്കില്ലെങ്കിൽ എനിക്ക് ഗ്യാസ് കയറുന്ന പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ വാങ്ങിയതാണിത്. പിന്നെ ഇവിടെ അഡിദാസിൻ്റെ ബാഡ്ജിങ്ങിൻ്റെ പുറകിൽ ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേഴ്സോ അല്ലെങ്കിൽ വണ്ടിയുടെ ചാവിയോ അങ്ങനെ എന്തൊക്കെയും ഇടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ 1, 2, 3 കമ്പാർട്ട്മെൻ്റായിട്ട് ഉള്ളൊരു ബാഗാണ്. നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഇതിവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇവിടെ ഇട്ടിട്ട് പിടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും.
ഇത്രേ ഉള്ളൂ. സിമ്പിൾ ബാഗല്ലേ, ചെറുതാണ് പക്ഷെ ഒത്തിരി സ്പേസ് ഒക്കെ ഉള്ളൊരു ക്യൂട്ട് ബാഗാണിത്. ഇതൊരു നമ്മുടെ ഷോൾഡറിൽ തൂക്കിയിടുന്ന ഒരു ബാഗാണ്, കണ്ടോ. ഇനി നമുക്കിടാം മേലെ. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ മെറ്റയുടെ ഗ്ലാസ് വെച്ചിട്ടാണ്. എങ്ങനെയുണ്ട് മെറ്റയുടെ വിഷ്വൽസ് ഒക്കെ പൊളിയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയൊരു വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്ക് വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകണം. സോ നമ്മൾ കഴിക്കാനായിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല ചിക്കൻ കറി ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചെമ്മീൻ കറി ഇരിപ്പുണ്ട്. സോ നമുക്കിത് മൂന്നോണം കൂട്ടി കുറച്ച് ചോറുമായിട്ട് നമുക്ക് പിടിച്ച് സെറ്റായിട്ട് ഡ്യൂട്ടിക്ക് പോകാം. ഇതാണ് ടിങ്കു. ടിങ്കു കുട്ടാ. ടിങ്കുവിനെ എനിക്കിങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ ലണ്ടനിൽ വിൻ്റർ വണ്ടർലാൻഡ് കാണാൻ പോയായിരുന്നു. സോ അവിടെ ഒരു ഗെയിംസൊക്കെ ഉണ്ട്, ബോൾ എറിയണതും അങ്ങനെ കുറേ പരിപാടികളൊക്കെ. അപ്പം 10 പൗണ്ടിന് 3 ബോൾ എറിയാം. അങ്ങനെ 3 ബോൾ എറിഞ്ഞാൽ 2 എണ്ണം വീഴ്ച കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും. അപ്പം അങ്ങനെ ഞാൻ ബോൾ എറിഞ്ഞ് പരിശ്രമിച്ച് സ്വന്തമാക്കിയതാണ് എൻ്റെ ടിങ്കുവിനെ. ടിങ്കു കുട്ടാ, ടിങ്കു ഈസ് സോ ലവ്ലി. കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഇടിക്കും ഞാൻ ടിങ്കുവിനെ, ഇടയ്ക്കിങ്ങനെ തട്ടും, ഇടയ്ക്ക് ഇങ്ങനെ പീച്ചിക്കൊല്ലും. കാരണം ഈ ഡോറ് തുറക്കാൻ പറ്റൂലേ. അതാണ് ടിങ്കു. ടിങ്കുവിനപ്പം 1 വയസ്സാവാറായി അല്ല ടിങ്കു. ടിങ്കു ബോയ്. ടിങ്കുവിനെ എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. ടിങ്കുവിന് എത്ര വയസ്സായി, ടിങ്കുവിന് എന്നാണ് വിശേഷം എന്നൊക്കെ എല്ലാവരും ചോദിച്ചു. സോ എല്ലാവർക്കും ഹായ് പറഞ്ഞു. സോ ഗൈസ്, നമ്മൾ ചോറുണ്ണാൻ പോവുകയാണ്. ലേശം ചോറ്, 2 പീസ് ബീഫ് മതി, ഒരു ലേശം ചിക്കൻ കറി, ചെമ്മീൻ, ലാസ്റ്റ് ഫൈനൽ കുറച്ച് മോര് കറി. ഈ മോര് കറിയും ചിക്കൻ കറിയും ഉണ്ടല്ലോ, രണ്ടൊന്ന് കൂട്ടി കഴിയും, ഒരു പ്രത്യേക കോമ്പിനേഷന്. നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് നമ്മൾ നാളെയും വരുന്നതാണ്. നാളെ എനിക്ക് ഓഫാണ്, അപ്പം നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. സോ നാളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.